ജലജീവൻ മിഷൻ പ്രവൃത്തിയുടെ ഭാഗമായി തകർന്ന റോഡുകൾ പുനഃസ്ഥാപിക്കുക, ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് ഉടൻ പരിഹാരം കാണുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. സമരം വില്യാപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് പി പ്രഭാകരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. സത്യാഗ്രഹ സമരം സിന്ദാബാദ്. സത്യാഗ്രഹ സമരം സിന്ദാബാദ്. ജലജീവൻ മിഷന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജലജീവനു വേണ്ടി കുഴിച്ച കുഴികൾ എത്രയും പെട്ടെന്ന് നികത്തി റോഡുകൾ ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വില്യാപ്പള്ളി പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് പി പ്രഭാകരൻ മാസ്റ്റർ സമരം ഉദ്ഘാടനം ചെയ്തു. കിലോമീറ്ററുകളോളം പൊളിച്ചിട്ട റോഡുകളാണ് 2-3 പണിക്കാരെ വെച്ചുകൊണ്ട് ഈ റോഡിൻ്റെ പ്രവൃത്തി നടക്കുന്നുണ്ട് എന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ റോഡുകളും വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള എല്ലാ റോഡുകളും നേരത്തെ ഗതാഗത യോഗ്യമായിരുന്നു. വർഷങ്ങളോളം നമുക്ക് ലഭിച്ച വികസന ഫണ്ടിൽ നിന്ന്, മെയിൻ്റനൻസ് ഫണ്ടിൽ നിന്ന് ഉപയോഗപ്പെടുത്തിയ റോഡുകളെല്ലാം കുറ്റമറ്റ രീതിയിൽ നിർമ്മിക്കപ്പെട്ടതിന് ശേഷമാണ് ജലജീവൻ മിഷൻ ഈ പദ്ധതിയുമായി മുന്നോട്ട് വന്നത്. യഥാർത്ഥത്തിൽ അതാത് സമയത്ത് പൊളിച്ചിട്ട റോഡുകൾ നന്നാക്കാൻ അവർ തയ്യാറാവേണ്ടതായിരുന്നു. ഇത് ജനങ്ങൾ അനുവദിച്ചത് തന്നെ ഇത് കുടിവെള്ളത്തിൻ്റെ കാര്യമാണല്ലോ എന്നതുകൊണ്ടാണ്. കുടിവെള്ളം കിട്ടുന്ന കാര്യത്തെ ഒരു തടസ്സം നിൽക്കാൻ പാടില്ലല്ലോ എന്നതുകൊണ്ട് മാത്രമാണ് ഭരണസമിതിയും നാട്ടിലെ ജനങ്ങളും ഈ ഒരു പ്രവർത്തനത്തിന് അനുമതി നൽകിയത്. 1.5 അടി വീതിയിലാണ് പൈപ്പിടാൻ വേണ്ടി ജലമിഷൻ കുഴിച്ചതെങ്കിൽ ഇന്ന് 3 മീറ്റർ റോഡുകളും തകർന്ന സാഹചര്യമാണുള്ളത്. ഒരു സ്ഥലത്തും യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുന്നു. നമ്മുടെ പഞ്ചായത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിലുള്ള ഭിന്നശേഷിക്കാർ, ഡയാലിസിസ് രോഗികൾ, വൃദ്ധജനങ്ങൾ, മറ്റു പല രോഗശൈലിയിൽ കിടക്കുന്ന ആളുകൾക്ക് ഡോക്ടറുടെ അടുത്ത് പോകാൻ പോലും, ആശുപത്രിയിൽ പോകാൻ പോലും കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഒരു വാഹനം വിളിച്ചാൽ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഓട്ടോറിക്ഷ മാത്രമല്ല, 4 ചക്ര വാഹനങ്ങൾ വിളിച്ചാൽ പോലും വരാത്ത അവസ്ഥയിലേക്ക് റോഡുകൾ തകർന്നിരിക്കുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം CK ഗീത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ സംസാരിച്ചു. പുത്തലത്ത് ഇബ്രാഹിം സ്വാഗതവും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരേറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.